ായാലും പിന്നെ ചെടികളുടെ വലിപ്പത്തിലായാലും ഒക്കെ ഒരുപാട് വെറൈറ്റിയിൽ ഇത് കാണാൻ പറ്റും. മിനിയേച്ചർ ടൈപ്പ് ആയാലും പിന്നെ നല്ല ഹൈറ്റിൽ പോണതുണ്ട്. പൂക്കളുടെ വലിപ്പത്തിൽ കണ്ട കൊച്ചു കൊച്ചു പൂക്കളുണ്ട്, പിന്നെ ഒരുപാട് വലിയ പൂക്കളുണ്ട്. അങ്ങനെ പൂക്കളുടെ വ്യത്യാസത്തിലായാലും കുറേ വെറൈറ്റി നമുക്ക് കാണാൻ പറ്റും. കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ വന്നൊരു വിദേശി ഈ യൂഫോർബിയ ചെടി, അന്ന് എല്ലാവരുടെ തോട്ടത്തിൽ ഈ യൂഫോർബിയ ചെടിക്ക് നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്നു. എല്ലാവരും ഇത് ഒരുപാട് വെച്ച് പിടിപ്പിച്ചിരുന്നു. നല്ല ഭംഗിയായിരുന്നു എല്ലാവരുടെ തോട്ടം കാണാനായിട്ട്. പിന്നെ പെട്ടെന്നൊരു ന്യൂസ് പ്രചരിച്ചോടുകൂടി എല്ലാവരും യൂഫോർബിയ ചെടീനെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കി. ക്യാൻസർ പരത്തുന്ന ഒരു ചെടിയിൽ നിന്ന് പെട്ടെന്നൊരു ന്യൂസ് പ്രചരിച്ചു. അതോടുകൂടി നമ്മുടെ ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടി കയറി. യൂഫോർബിയ ചെടീനെ വലിച്ച് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. മതിലിൻ്റെ പുറത്ത് വരെ നട്ടുപിടിപ്പിക്കാത്ത ആൾക്കാരുണ്ട്. തോട്ടത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് ദൂരേക്ക് എറിഞ്ഞ് കളഞ്ഞു പേടിച്ചിട്ട്. പിന്നെ അറിഞ്ഞു അത് വെറുതെ പറഞ്ഞു പരത്തിയൊരു ന്യൂസാണ്, അങ്ങനെയൊന്നുമില്ല, അത് ഇതിന് സാമ്യമുള്ള വേറൊരു ചെടിയിൽ നിന്നാണ് അങ്ങനെ അസുഖം വരുന്നതെന്ന് വേറൊരു ന്യൂസ് വന്നു. അപ്പോഴേക്കും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു ചെടീനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും ഇന്നും ഒരേപോലെ യൂഫോർബിയ ചെടീനെ സംരക്ഷിക്കുന്നതാണ് ഞാൻ. എൻ്റെ തോട്ടത്തിൽ ഒരുപാട് യൂഫോർബിയ ചെടികളുണ്ട്. എത്രയോ വർഷമായ യൂഫോർബിയ ചെടി ഇന്നിപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ. അന്ന് ഇത്രയും വലിയ ന്യൂസ് വന്ന് എല്ലാവരും ചെടി വലിച്ചെറിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ യൂഫോർബിയ ചെടീനെ പൊന്നുപോലെ സംരക്ഷിച്ചു, കളയാണ്ട് വെച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി ഈ ചെടി കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല പ്ലാസ്റ്റിക് പൂക്കൾ പോലത്തെ പൂക്കളാണ് ഇതിൻ്റെ. അത്ര പെട്ടെന്ന് കൊഴിഞ്ഞു പോവുകയില്ല. പൂക്കൾ ഒരുപാട് ദിവസം ഇതേപോലെ വലിയ വലിയ കൊലകളായി വന്ന് ഇങ്ങനെ നിൽക്കും. അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാനായിട്ട്. ഇത് പിന്നെ സക്യുലൻ്റ് വെറൈറ്റിയിൽ പെണ്ണൊരു പ്ലാന്റും കൂടിന്. ഇതിൻ്റെ തണ്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതമാണ്. മുള്ളുകൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് തണ്ടുകളിൽ ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രകൃതമായതുകൊണ്ട് മഴക്കാലത്ത് ഇതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോവും. നിൽക്കാത്ത മഴ ഇങ്ങനെ പെയ്യുമ്പോഴേ മഴക്കാലത്ത് ഇതിൻ്റെ തണ്ടുകൾ ചീഞ്ഞ് മുറിഞ്ഞു വീഴും. അപ്പം മഴ അധികം ഇഷ്ടമില്ലാത്തൊരു ചെടിയും കൂടിയാണ് യൂഫോർബിയ. യൂഫോർബിയ ചെടി നട്ടു വളർത്താനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേലൊക്കെ